വചനമൊഴി മാർച്ച് 28. വചനഭാഗം റോമ 11:25-36, യോഹന്നാന്റെ സുവിശേഷം 7:25-31. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ജെറുസലേം നിവാസികളിൽ ചിലർ പറഞ്ഞു, ഇവനെയല്ലേ അവർ കൊല്ലാൻ അന്വേഷിക്കുന്നത്? എന്നാൽ ഇതാ ഇവൻ പരസ്യമായി സംസാരിക്കുന്നു, എന്നിട്ടും ഇവനോട് ഒന്നും പറയുന്നില്ല. ഇവൻ തന്നെയാണ് മിശിഹ എന്ന് ഒരുപക്ഷെ അധികാരികൾ യഥാർത്ഥത്തിൽ അറിഞ്ഞിരിക്കുമോ? ഇവൻ എവിടെ നിന്ന് വരുന്നെന്ന് നമുക്കറിയാം, എന്നാൽ മിശിഹ വരുമ്പോൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് ആരും അറിയുകയില്ല. അതുകൊണ്ട് ദൈവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈശോ ഉച്ചത്തിൽ പറഞ്ഞു, ഞാൻ ആരാണെന്നും എവിടെ നിന്ന് വരുന്നുവെന്നും നിങ്ങൾക്കറിയാം അല്ലേ? എന്നാൽ ഞാൻ സ്വമേധയാ വന്നവനല്ല, എന്നെ അയച്ചവൻ സത്യവാനാണ്. അവിടുത്തെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് അവിടുത്തെ അറിയാം. എന്തെന്നാൽ ഞാൻ അവിടുത്തെ അടുക്കൽ നിന്നാണ്, അവിടുന്നാണ് എന്നെ അയച്ചത്. അവനെ ബന്ധിക്കാൻ അവർ ശ്രമിച്ചു, എന്നാൽ ആർക്കും അവനെ പിടിക്കാൻ കഴിഞ്ഞില്ല. എന്തെന്നാൽ അവന്റെ സമയം ഇനിയും വന്നിരുന്നില്ല. ജനക്കൂട്ടത്തിൽ നിന്നാകട്ടെ ഏറെ പേർ അവനിൽ വിശ്വസിച്ചു. അവർ ചോദിച്ചു, മിശിഹ വരുമ്പോൾ ഇവൻ പ്രവർത്തിച്ചതിലേറെ അടയാളങ്ങൾ പ്രവർത്തിക്കുമോ? ഈശോയിൽ സ്നേഹമുള്ളവരെ, അനേകം ആളുകൾ ഈശോയിൽ വിശ്വസിച്ചു എന്ന തിരുവചനം പറയുന്നത്, അനേകം ആളുകൾ ഈശോയിൽ വിശ്വസിക്കുവാൻ കാരണം ഈശോയുടെ പ്രവൃത്തികളായിരുന്നു. ഇവൻ പ്രവർത്തിച്ചതിൽ വലിയ കാര്യങ്ങൾ മിശിഹ വരുമ്പോൾ പ്രവർത്തിക്കുമോ? പ്രവൃത്തികളിലൂടെയാണ് ഈശോ തന്നെ വെളിപ്പെടുത്തിയത്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ എൻ്റെ വചനത്തിൽ വിശ്വസിക്കുവിൻ, അല്ലെങ്കിൽ എൻ്റെ പ്രവൃത്തികൾ മൂലം എന്നിൽ വിശ്വസിക്കുമെന്ന്. യഹൂദരുടെ കൂടാരപ്പെരുന്നാൾ ഒരാഴ്ച ദൈർഘ്യമുള്ള തിരുനാളായിരുന്നു. തിരുനാൾ പകുതിയായപ്പോൾ, അതായത് 3-ാം ദിവസമോ 4-ാം ദിവസമോ ആയിരിക്കാം, ഈശോ പഠിപ്പിച്ചു തുടങ്ങി. യഹൂദ റബിമാർ പ്രഭാഷണം നടത്തുമ്പോൾ സാധാരണ രീതിയിൽ അവരുടെ ഗുരുക്കന്മാരെ അനുസ്മരിക്കാറുണ്ട്. എന്നാൽ വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാനത്തിൽ ഔപചാരികമായ ശിക്ഷണം ലഭിക്കാത്ത ഈശോ അസാമാന്യമായ ഉൾക്കാഴ്ചയും പാണ്ഡിത്യവുമാണ് തൻ്റെ പ്രഭാഷണങ്ങളിൽ പ്രകടിപ്പിച്ചത്. ഈ അറിവ് എവിടെ നിന്ന് എന്നെല്ലാവരും വിസ്മയിച്ചു. എന്നാൽ സ്വർഗത്തിൽ നിന്ന്, പിതാവിൽ നിന്ന് ലഭിച്ച നിത്യജ്ഞാനമാണ് ഈശോ വെളിപ്പെടുത്തിയത്. ഈശോയോട് ചേർന്ന് നിൽക്കുന്നവർക്കും ഇതേ ജ്ഞാനവും വൈശിഷ്ട്യവും ഈശോ ഇന്നും നൽകുന്നുണ്ട്. പരിശുദ്ധാരൂപിയാലും ജ്ഞാനത്താലും നിറയുന്നതിനു വേണ്ടി നാം അനുദിനം പ്രാർത്ഥിക്കണം. സമ്പത്തും ഐശ്വര്യങ്ങളുമല്ല, ദൈവിക ജ്ഞാനമാണ് സോളമൻ ദൈവത്തോട് ചോദിച്ച് മേടിച്ചത്. ജ്ഞാനത്തിനു തുല്യമായി മറ്റൊന്നുമില്ല. ദൈവിക ജ്ഞാനത്താൽ നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ, ദൈവിക ജ്ഞാനത്താൽ നമ്മെ നയിക്കണമേ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.